നിയമസഭാ തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഇരട്ട വോട്ടർ ഐഡികൾ കൈവശം വെച്ച നേതാക്കന്മാരുടെ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഏകദേശം 3.95 ലക്ഷം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇരട്ട വോട്ടർ ഐഡിയുമായി നേതാക്കൾ വിലസുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ CPIM ലിബറേഷൻ നേതാവായ സുധാമ പ്രസാദിന്റെ ഭാര്യയ്ക്ക് 2 തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ട് എന്നതാണ്. ഇതോടെ ഇടത് പാർട്ടി വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാവുകയാണ്. മാത്രമല്ല, അതിരൂക്ഷമായ വിമർശനമാണ് BJP അഴിച്ചുവിടുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി അടക്കം ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വോട്ടർ ID കാർഡുകൾ അതിൽ കൃത്രിമത്വം കാണിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇരട്ട വോട്ടർ ഐഡിയുടെ പേരിലും വിവാദം രൂക്ഷമാകുന്നത്. RJD നേതാവ് തേജസ്വി യാദവ് 2 തിരിച്ചറിയൽ കാർഡുണ്ട് എന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം കൂടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇരട്ട വോട്ടർ ID കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുമെന്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ പരിശോധന നടത്തിയേക്കുമെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച തന്റെ പേര് കരട് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് അവകാശപ്പെട്ട് പത്രസമ്മേളനം നടത്തിയ തേജസ്വി ഉയർത്തി കാണിച്ച തിരിച്ചറിയൽ കാർഡ് വിവാദത്തിനിടയിലായിരുന്നു. ഇപ്പോൾ തേജസ്വി യാദവ് അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു നേതാവ് കൂടി ഈ ഒരു വിവാദത്തിൽ ഉൾപ്പെടുന്നത്. തേജസ്വി യാദവ് ഉയർത്തിക്കാട്ടിയ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് അനുവദിച്ചിരുന്നതല്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. RB 04562228 ആണ് തേജസ്വി യാദവിന്റെ തിരിച്ചറിയൽ കാർഡ് നമ്പർ എന്നും, എന്നാൽ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കാണിച്ച തിരിച്ചറിയൽ കാർഡിലെ നമ്പർ ആകട്ടെ RIB 2916-120 ആണ് എന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ഈ നമ്പറിൽ മറ്റ് തിരിച്ചറിയൽ കാർഡുകൾ അനുവദിക്കപ്പെട്ടതായും കാണുന്നില്ല എന്നും വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിയൽ കാർഡും വിവരങ്ങളുമെല്ലാം തന്നെ കമ്മീഷനോട് പങ്കുവെക്കണമെന്ന് കമ്മീഷണർ ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തേജസ്വി യാദവിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതിലൂടെ ആവശ്യപ്പെടുകയാണ് കാര്യങ്ങൾ. പിന്നാലെ BJP അതുപോലെ തന്നെ NDA നേതാക്കൾ തേജസ്വി യാദവിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നടത്തുന്ന തീവ്ര പരിശോധന BJPക്ക് അനുകൂലമായി തന്നെ തിരഞ്ഞെടുപ്പ് ഫലം മാറിയിരിക്കാനുള്ള നീക്കമാണ് ഈ സഖ്യം ഇപ്പോൾ ഇന്ത്യ സഖ്യം ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭീതി കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് BJP പരിഹാസം ഉന്നയിക്കുന്നത്. അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ തയ്യാറാക്കിയ കരട് പട്ടികയിൽ 65 ലക്ഷത്തിലധികം വോട്ടർമാരെ ഒഴിവാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. വോട്ടർമാരിൽ പലരും മരിക്കുകയോ സംസ്ഥാനം വിട്ടുപോവുകയോ കണ്ടെത്താൻ കഴിയാത്തവരോ അല്ലെങ്കിൽ ഒന്നിലേറെ തവണ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തവരോ ആണെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. കരട് പട്ടികയിൽ പാട്നയിൽ നിന്നാണ് ഏറ്റവും അധികം വോട്ടർമാരെ ഒഴിവാക്കിയത്. 3.95 ലക്ഷം പേരാണ് പാട്നയിൽ നിന്ന് പുറത്തായതും. ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ നിന്ന് 3.16 ലക്ഷം, അതുപോലെ മധുബനിയിൽ നിന്ന് 3.52 ലക്ഷം, ഗോപാൽഗഞ്ചിൽ നിന്ന് 3.10 ലക്ഷം എന്നിങ്ങനെയാണ് കൂടുതലായി വോട്ടർ പട്ടികയിലെ വോട്ടർമാരെ ഒഴിവാക്കിയിരിക്കുന്നത് എന്നതും അല്ലെങ്കിൽ ജില്ലകൾ അടിസ്ഥാനമാക്കി ഇതോടുകൂടി തന്നെ ആകെ വോട്ടർമാരുടെ എണ്ണം 7.9 കോടിയിൽ നിന്ന് 7.24 കുറഞ്ഞിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ 243 നിയമസഭാ മണ്ഡലങ്ങളിലും 90,817 പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഈ പട്ടികയിൽ പുതുക്കലിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 22.34 ലക്ഷം വോട്ടർമാർ മരിക്കുകയും ചെയ്തു. 36.28 ലക്ഷം പേർ സ്ഥിരമായി തന്നെ ബീഹാർ വിട്ടുപോവുകയോ അല്ലെങ്കിൽ വിലാസം കണ്ടെത്താൻ സാധിക്കാതെ വരികയോ ചെയ്തവരാണ്. 7.01 ലക്ഷം പേർ ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച കരട് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ഭരണകക്ഷിയായ NDA സഹായിക്കാനുള്ള നീക്കമായിരിക്കാം പട്ടിക പുതുക്കലിനെ ഈ ഒരു പുതുക്കലിനോട് പ്രതിപക്ഷം വിമർശിക്കുന്നത്. സെപ്റ്റംബർ 1 വരെ പരാതികൾ ഉന്നയിക്കാനുള്ള അവസരമുണ്ടെന്നാണ്. അതുപോലെ തന്നെ ഈ ഘട്ടം അതിനുശേഷം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക മാത്രം ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.